കൊല്ലം കരുനാഗപ്പള്ളിയിൽ CPM-ന്റെ കുലശേഖരപുരം ലോക്കൽ സമ്മേളനം തല്ലിപ്പിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. മുതിർന്ന നേതാക്കളെ അടക്കം സംസ്ഥാന കമ്മിറ്റി നേതാക്കളെ സമ്മേളന വേദിക്കകത്ത് പൂട്ടിയിടുന്നു. അതിനുശേഷം പുറത്തുനിന്ന് ഗേറ്റും പൂട്ടുന്നു. അതിനകത്ത് സംഘർഷം, പിന്നീട് പുറത്ത് തെരുവിൽ പ്രവർത്തകർ തമ്മിൽ തല്ലുന്ന കാഴ്ച CPM-ൽ പതിവുള്ളതല്ല. ഇങ്ങനെ സമ്മേളനത്തിലെ തർക്കങ്ങളൊക്കെയും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പ്രത്യേകിച്ച് ക്യാമറകൾക്ക് മുന്നിൽ പോലും ഇത് നാട്ടുകാർ കാണുമെന്നൊരു തോന്നൽ പോലും ഇല്ലാതെ നേതാക്കളും പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. മുതിർന്ന നേതാക്കളെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ അടക്കമാണ് അവരുടെ വാഹനം തടഞ്ഞ് ആ വാഹനത്തിന് മുന്നിൽ കിടന്ന് എതിർചേരിയിലെന്ന പോലെ പ്രതിഷേധിച്ചുകൊണ്ട് CPM-ന്റെ പ്രവർത്തകർ. അത് കുലശേഖരപുരത്ത് കണ്ടത് അസാധാരണമായ കാഴ്ചയാണ്. ഏതായാലും ജില്ലാ കമ്മിറ്റി നിയന്ത്രിക്കാനാവാതെ പോയ, അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾക്കും നിയന്ത്രിക്കാനാവാതെ പോയ ഒരു സമ്മേളനമായി കുലശേഖരപുരത്തെ CPM-ന്റെ ലോക്കൽ സമ്മേളനം അടയാളപ്പെടുത്തുകയാണ്. അവിടുത്തെ പ്രാദേശിക വനിതാ നേതാക്കളുടെ അടക്കം പ്രതിഷേധം കണ്ടതാണ്. നേതാവിന്റെ കാറിന്റെ ചില്ല് വരെ തല്ലിപ്പൊട്ടിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീങ്ങി. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, എന്താണ് നിലവിലത്തെ സാഹചര്യം? ആ സമ്മേളന നഗരി, ആ പ്രദേശമാകെ ഒരു സംഘർഷ സമാനമായ സാഹചര്യമുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഈ പോലീസിന്റെ ഒന്നും ഇടപെടലില്ല. ഇത്ര മറ്റുള്ള ആളുകൾക്കും വഴിയിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ സംഘർഷമൊക്കെ നീങ്ങിയിട്ടും. ഗൂഗിൾ എന്താണ് പറയേണ്ടതെന്നറിയില്ല. എന്നാലും യുദ്ധസമാനമായ സാഹചര്യം, അതിനൊടുവിലുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറാമാൻ അരുൺ പകർത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന നേതാക്കൾക്കോ ജില്ലാ നേതാക്കൾക്കോ പ്രാദേശിക നേതാക്കൾക്കോ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് രക്തസാക്ഷികളടക്കമുള്ള സ്ഥലമാണ്, പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം അതിരൂക്ഷമായി സങ്കീർണമായി പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് പോവുകയും നേതാക്കളെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്തത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇപ്പോഴും വലിയ പ്രതിഷേധം ഉയരുകയാണ്. കാരണം ലോക്കൽ സെക്രട്ടറിയെ നിയമിച്ചത്, അല്ലെങ്കിൽ നിയോഗിച്ചത് ഒരു ഏകപക്ഷീയമായ നിലപാടോടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാരടക്കം ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ ഇത്രയധികം രൂക്ഷമായ സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ പോയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും നേതാക്കൾ നടത്തിയിട്ട് പോലും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കൂടുതൽ പ്രവർത്തകർ സാധാരണ CPM-ൽ കണ്ടുവരുന്ന കാഴ്ചയല്ല. ഈ നേതൃത്വത്തെ അവഗണിച്ച്, നേതൃത്വത്തെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് CPM-ന്റെ രീതിയല്ല. പക്ഷേ കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതാണ്. ഈ പ്രവർത്തകരടക്കം പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരുടെ വിയോജിപ്പുകൾ, അവരുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്ന വിഷയം കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്ന കാഴ്ച. എന്തായാലും ഈ സമ്മേളന വേദിയിൽ നിന്ന് നേതാക്കൾ പുറത്തേക്ക്, പ്രവർത്തകരടക്കം പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും ഈ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അവസാനിച്ച രീതിയാണ് ഏറ്റവും നമ്മളെ കുറച്ചു മുമ്പ് നമ്മുടെ പ്രേക്ഷകരടക്കം ലോകമടക്കം കണ്ടത്. എന്തായാലും വിഷയം അതീവ സങ്കീർണമായി, അതീവ പ്രശ്നത്തിലേക്കടക്കം കാര്യങ്ങൾ പോവുകയും ഈ വിഷയത്തിൽ ഇനി നേതൃത്വത്തിന്റെ, സംസ്ഥാന നേതാക്കൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ്. എന്തായാലും ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നേരത്തെ ഒരു CPM-നുള്ളിൽ കാണുന്ന കാഴ്ചയല്ല ഈ കണ്ടതൊന്നും. എന്തായാലും DYFI-യുടെയും CPM-ന്റെയും മുതിർന്ന നേതാക്കളടക്കം ഇപ്പോഴും ഇവിടെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. വലിയ തോതിൽ പ്രവർത്തകർ ഈ മേഖലയിലടക്കം സംഘടിച്ചിപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രവർത്തകരടക്കം ഇപ്പോൾ ഇവിടേക്ക് പിരിഞ്ഞു പോവുകയാണ്. നേരത്തെ നമ്മളോട് അഭിപ്രായ പ്രകടനം നടത്തിയതാണ് ഈ നേതാക്കൾ. ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ്, ഈ പ്രശ്നം എത്ര രൂക്ഷമാണ്, എത്ര സങ്കീർണമാണ്, എന്തുകൊണ്ടാണ് തങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയതാണ്. എന്തായാലും പ്രാദേശിക നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ജില്ലാ നേതൃത്വത്തിനോ ഒന്നും തന്നെ ഈ പ്രവർത്തകരെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയം അടിയന്തരമായി പരിശോധിക്കാനുള്ള തീരുമാനമടക്കം കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിഭാഗം പ്രവർത്തകർ പല മേഖലയിൽ നിന്നും സംഘടിച്ച് ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒടുവിൽ നേതാക്കൾ പോയതെങ്ങനെയെന്നും നമ്മൾ കണ്ടതാണ്. അത് CPM പോലെ ഒരു കേഡർ പാർട്ടിക്ക് അത് എങ്ങനെ, അല്ലെങ്കിൽ ഇത്തരത്തിലേക്കടക്കം സാഹചര്യങ്ങൾ പോയത് എങ്ങനെയെന്ന് ആഴത്തിൽ കൂലങ്കഷ്ടമായി പരിശോധിക്കേണ്ട അവസ്ഥയാണ്. കാരണം കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച്, കുലശേഖരപുരത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DYFI-ക്കും CPM-നും അടക്കം കൃത്യമായ സ്വാധീനമുള്ള മേഖലയാണ്. ആ സ്വാധീനമുള്ള മേഖലയിലാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. സംസ്ഥാന നേതൃത്വത്തിന് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വലിയ രീതിയിൽ പ്രയാസപ്പെടേണ്ടി വന്നു, പാടുപെടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോഴും പ്രവർത്തകർ പല മേഖലയിൽ സംഘടിച്ചു നിൽക്കുകയാണ്. ചിലർ പിരിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വമടക്കം നൽകുകയും